തൃശൂരിൽ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിയിൽ ചേർന്നു. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി അടക്കമുള്ളവരാണ് ബി.ജെ.പിയിൽ ചേർന്നത്. കെ. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബി.ജെ.പിയിലേക്ക് സ്വീകരിച്ചു. തൃശൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത്, അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയത്. മുരളി മന്ദിരത്തിൽ തയ്യാറാക്കിയ വേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ബി.ജെ.പി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പത്മജ വേണുഗോപാലിൽ നിന്ന് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീ ഹരിസ്വാമി, മുൻ മണ്ഡലം സെക്രട്ടറി മണി, ഇനിയും നിരവധി പേരെ താൻ ബി.ജെ.പിയിലെത്തിക്കുമെന്നും പിതാവ് കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനയ്ക്കെതിരെയാണ് താൻ ചെയ്യുന്നതെന്നും പത്മജ പറഞ്ഞു. ഈ പറഞ്ഞവരെന്നെ വരും. ഞാൻ അവർക്ക് കൊടുക്കുന്ന പൈസ എൻ്റെ സ്നേഹം, ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ് അവർ ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ എൻ്റെ ആര് നടന്നാലും ഈ മെമ്പർഷിപ്പ് വിതരണം മുരളി മന്ദിരത്തിൽ വേണം, അതും സ്മൃതി മണ്ഡലത്തോട് ചെയ്തു. അതിലൊരു രാഷ്ട്രീയമാനമില്ലേ? ഞാനത് നിങ്ങളോടൊക്കെ ചോദിച്ചത്. എൻ്റെ പിതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായി ചേർന്നു. അദ്ദേഹം പാർട്ടി വിട്ടുപോയ പാർട്ടി ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. എൻ്റെ പിതാവിൻ്റെ വിഷമം കണ്ട ആൾ ഞാനാണ്. ഇതെൻ്റെ പിതാവ് എനിക്ക് എഴുതി തന്ന വീടാണ്. കാരണം എൻ്റെ സഹോദരൻ്റെ തിരുവനന്തപുരത്തെ വീട്, ഈ വീട് എനിക്ക് എഴുതി തന്നു. 2 വീടുള്ള ഭാഗത്തിന് അതിൽ ഒന്നാം എൻ്റെ മര്യാദയോടാണ് ഞാൻ പറഞ്ഞത്. ചേട്ടനിവിടെ നിന്നോട്ടെ. കാരണം ഞാൻ അത് മാറ്റാനോ പിടിക്കാനോ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും തുല്യ അവകാശമായിട്ട് ഇതൊന്നും വിൽക്കാനൊന്നും പോണില്ലേ. ഞാൻ ഒരിക്കലും ഞാനിത് വീട് വിൽക്കില്ല. അദ്ദേഹം വന്നോട്ടെ, ഞാനും വരും. എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നവരും വരും. ഇറങ്ങിയല്ലോ, ഇന്നലെ ഇരിഞ്ഞാലും ഇരുന്നേ. തീർച്ചയായിട്ടും എന്നെ കുട്ടി അതേ ആൾക്കാരെ കൂടെ നടക്കണതേ. അപ്പോൾ പിന്നെ അതിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ 2 പേരും അപ്പുറം ഇപ്പുറം നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ എനിക്കറിയാം ഇത് എവിടെ നിന്ന് തന്നെ അടുത്ത് കുത്തു വരാൻ പോകും. അത് അദ്ദേഹത്തിനോട് ചോദിക്കാം. കാരണം നമ്മളെന്തൊക്കെ പറഞ്ഞാലും മക്കളെ തോക്കണം, അച്ഛനും ആഗ്രഹിക്കും. അത് ഏത് പാർട്ടിയായാലും. ബി.ജെ.പിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ച കോൺഗ്രസ് പ്രവർത്തകർ കെ. കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയുടെയും സ്മൃതി മണ്ഡപത്തിൽ സന്ദർശനം നടത്തിയാണ് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.